ഒരു സിനിമാ കഥയേക്കാൾ സംഭവബഹുലമാണ് എരഞ്ഞോളി മൂസയുടെ ജീവിതം. താഹാമാടായി മൊത്ത് തയ്യാറാക്കിയ ആത്മകഥ 2 വർഷം മുമ്പ് പുറത്തിറങ്ങിയതോടെ ഈ പാട്ടുകാരൻ്റെ ജീവിതകഥ സിനിമയ്ക്ക് ചേരുന്നതാണെന്ന് പലരും തിരിച്ചറിഞ്ഞു. ആത്മകഥ സിനിമയാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ സമീപിച്ചു. നേരത്തെ കൈരളിയിലുണ്ടായി, ഇപ്പം മീഡിയ വണ്ണിലുള്ള ജ്യോതിയാണിത് ശരിക്കും സിനിമയാക്കുന്ന ഒരു ഉദ്ദേശം വെച്ച് കാണിക്കുന്നത്. പിന്നെ മറ്റു പല ആൾക്കാരും ഇത് പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ തിരക്കഥാ ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു. സലീം അഹമ്മദായിരിക്കും സംവിധാനം. സിനിമയുടെ അവസാന ഭാഗത്ത് താനും പ്രത്യക്ഷപ്പെടുമെന്ന് മൂസക്ക മീഡിയ വണ്ണോട് പറഞ്ഞു. 10-12 വയസ്സുള്ള ഒരു കുട്ടി മുതൽ, ഒരു പാട്ട് പാടുന്ന കുട്ടി, ആ കുട്ടി മുതൽ തുടങ്ങണം. പിന്നെ എൻ്റെ കൗമാരപ്രായം ലാസ്റ്റേ ഞാൻ എത്തുന്നുള്ളൂ. മദ്യവും മദിരാക്ഷിയും കവർന്നെടുത്ത 30 വർഷത്തെ കറുത്ത അധ്യായമുണ്ട് മൂസയുടെ ജീവിതത്തിന്. ആത്മകഥയിൽ ഇക്കാര്യങ്ങൾ തുറന്നെഴുതിയിട്ടുണ്ട്. അരാജകത്വം ഒരു മനുഷ്യനെയും കുടുംബത്തെയും എത്ര കണ്ട് തകർത്തെറിയുമെന്ന ഏറ്റുപറച്ചിലാണ് തൻ്റെ കഥ. 73-ാം വയസ്സിലും താൻ കർമ്മനിരതനാകുന്നത് കൈവിട്ടുപോയ നല്ല കാലത്തെയും കുടുംബജീവിതത്തെയും തിരിച്ചുപിടിക്കാനാണെന്ന് മൂസക്ക പറയുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച സംഗീത സംവിധായകൻ കെ രാഘവ മാസ്റ്ററാണ് കരിങ്കൽ ക്വാറി ജീവനക്കാരനായിരുന്ന തന്നെ എരഞ്ഞോളി മൂസ എന്ന് പേരിട്ട് സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തിയതെന്നും അദ്ദേഹം ഓർത്തു. മുമ്പ് 14-ാം രാവ്, ഗ്രാമഫോൺ, ആദാമിൻ്റെ മകൻ അബു എന്നീ സിനിമകളിൽ എരഞ്ഞോളി മൂസ അഭിനയിച്ചിട്ടുണ്ട്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്.